അടിക്കല സാറേ. അയ്യോ സാറേ അടിക്കല സാറേ. അടിക്കല സാറേ. സാറേ അവന് കിട്ടിയൊന്നും പോരാന്ന് തോന്നുന്നു. മേഡം എന്നാ ചെയ്യണ്ടേ? FIR ഇട്ട് ഇവനെ കോടതിയിൽ ഹാജരാക്കട്ടെ? വേണ്ട സാർ, ഇനിയൊരു പെൺകുട്ടിക്ക് ഇവനിങ്ങനെ കമന്റ് ചെയ്യാറ്. മേഡം, ഞാൻ മേഡത്തിൻ്റെ ഗംഭീര ഫാനാ. മേഡത്തിൻ്റെ എല്ലാ ഫോട്ടോയും ഞാൻ ലൈക്ക് അടിക്കലുണ്ട്. ആ കറുത്ത സാരി ഇട്ട ഫോട്ടോ അത് കണ്ടത് എൻ്റെ കൺട്രോൾ പോയി. ഇല്ല സാറേ, ഇനി ഞാൻ ഒരിക്കലും മേഡത്തിൻ്റെ ഫോട്ടോ ലൈക്ക് അടിക്കൂല, കമൻറ്റ് വിടൂല. അപ്പം ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഇനി കമൻറ്റ് ഇടുവാ? ഇല്ല സാറേ, ഞാൻ ഇനി ഒരു ഫോട്ടോയിൽ ലൈക്ക് അടിക്കൂല, കമൻറ്റ് വിടൂല. സാറേ ഇവൻ ആളോടായിപ്പാ. FIR എടുത്ത് കോടതിയിൽ ഹാജരാക്കാം നമുക്ക്. സാറേ ചതിക്കല്ലേ സാറേ, ഞാൻ കാല് പിടിക്കാം. അടുത്ത ആഴ്ച ഗൾഫ് പോണ്ടി എനിക്ക്. സാറേ പ്ലീസ് പ്ലീസ്, എന്തിനാ സാറേ പ്ലീസ് സാറേ. നീ മേഡത്തിനോട് മാപ്പ് പറ. നീ ഗൾഫിൽ പോണോ പോണ്ടോ എന്ന് മേഡാ തീരുമാനിക്കുന്നു. മേഡം, ഞാൻ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല. ഞാൻ അവിടെ നിന്റെ കാല് പിടിക്കാം. ഏടിയാടാ അങ്ങോട്ടും അങ്ങോട്ട് പോന്നെ നീ? ഇവിടേക്ക് ഇല്ല, ഇങ്ങനെ ഇരിക്കും. അവിടെ കക്കൂസ് പോയിരിക്കില്ല അതുപോലെ അങ്ങോട്ടോക്ക്. ഇപ്പൊ നോക്കിയാൽ അവിടെ നല്ലണം. ഓക്കെ അല്ല? ഓക്കെ അല്ല സാറേ, 3 മാസമായി എനിക്ക് ഒരുത്തൻ കമന്റ് ചെയ്യുന്നു. ഓനെയും കൂടെ പിടിക്കണം. സാറേ ഈ കേസ് ഞാൻ നോക്കിക്കോളും. സൈബർ സെല്ലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തോളും. മേഡം വാ. മേഡം, ഇവനെ പിടിച്ചാൽ കോനെ പിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. പെട്ടെന്നൊന്ന് പിടിച്ചേരണേ. പിന്നെ മേഡത്തിന് ഇങ്ങനത്തെ ബ്ലാക്ക് സാരിയിൽ അടിപൊളിയാണ്. താങ്ക് യു. എൻ്റെ അമ്മ മേഡത്തിൻ്റെ വലിയൊരു ഫാനാണ്. SI സാറിൻ്റെ ഇങ്ങോട്ട് പോയാൽ ചേച്ചി. സാറേ ഞാൻ എണീറ്റോട്ടെ എന്നാൽ? എണീക്കണോ? വൈകുന്നേരം വരെ നിപ്പാടൊന്നും വേണം. പിന്നെ മേഡം എന്താവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല, വിളിച്ചാൽ മതി. എന്തൊരു വിചിത്രമായ പരാതി ചേച്ചി നിങ്ങൾ പറയുന്നത്. സത്യ സാറേ ഞാൻ പറയുന്നത്. എനിക്ക് വേറെ ആരുമില്ല, എന്നെ സഹായിക്കും സാറേ. ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാവരും വിശ്വസിക്കുക. സാറേ ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. എനിക്കിതൊന്നും വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുവാ. ഞാൻ വല്ല മന്ത്രവാദീൻ്റെ അടുത്തല്ലേ പോവൂ? സാറേ ഇവർ പറയുന്ന കേട്ടിട്ട് കളവാന്ന് തോന്നില്ല. സാറേ പ്രേതാ എന്നുള്ള തന്നെയായിരിക്കും. ഞാൻ 1-2 പ്രാവശ്യം കണ്ടില്ലേ. അല്ല മച്ചി, നിങ്ങൾ ശരിക്കും എന്നാ കണ്ടേ? സാറേ അത് എൻ്റെ 10 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പരാതി ആദ്യമായിട്ടാണ്. എൻ്റെ അമ്മച്ചി നിങ്ങൾ കഥ പറയണ്ടേ, പറ എന്തിന്നാ? എന്താടാ പറഞ്ഞാ മനസ്സിലാത്ത? സാറേ എൻ്റെ തല പുറമേ. ആ ചേച്ചി പറ. സാറേ അത് പേടിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല സാറേ. ഹലോ, എന്തെന്നാ ഇവിടെ ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല സാറേ, ഞാൻ അമ്മേൻ്റെ കൂടെ ഒന്ന് വന്നാ. അതിനെന്താ, എനിക്ക് അകത്ത് പോയിക്കൂടെ? എനിക്ക് പോലീസിന് പേടി സാറേ. പോലീസ് അറിഞ്ഞ് എന്തിനാ പേടിക്കുന്നേ? അമ്മ എന്തിനാ വന്നേ? ഒരു പരാതി കൊടുക്കാൻ. എന്ത് പരാതി? സാറേ എൻ്റെ വീട്ടിൽ പ്രേതമുണ്ട്. പ്രേതാ? എന്നിട്ട് നിങ്ങൾ എത്ര കൊല്ലം ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷമായി സാറേ ഞാൻ ഒറ്റക്ക്.
നിങ്ങൾ കണ്ടെന്ന് വന്ന സ്ത്രീക്ക് എത്ര വയസ്സുണ്ടാവും? ഇപ്പോൾ ഒരു 18 വയസ്സുണ്ടാവും സാറേ. അപ്പോൾ കുട്ടിക്കോ? 5 വയസ്സുണ്ടാവും. അതായിട്ടാ ഇവർ പറയുന്ന കേട്ടിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് എടുക്കാണ്ടിരിക്കാൻ പറ്റൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി ആടെ ഡ്യൂട്ടി. സാറേ ഞാനാ? എന്നാ പേടിയാ സാറേ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളെ കല്യാണമാണ് വരുന്നത്. ഞാൻ ലേശം വിശ്വാസമുള്ള കൂട്ടത്തില്ല. അനീഷേ, സാറ് വിളിക്കുന്നു. ആ വരുന്നു. ഇവിടെ എങ്ങനെ ചുറ്റിത്തരണ്ടോ? വാ. എത്ര കൊല്ലം നിങ്ങളെ പുരയിൽ പ്രേതശല്യം തുടങ്ങിയിട്ട്? ഒരാഴ്ച സാറേ. എന്തെന്നാ സാറേ? അനീഷ, ഇവരെ വീട്ടിൽ പ്രേതം ഉണ്ടോ? പ്രേതാ? എന്നൊന്ന് കാണണല്ലോ സാറേ. ഇനിയും ഡയറക്ടറും കൂടി ഇന്ന് രാത്രി അവിടെ ഡ്യൂട്ടിക്ക് പോകണം. അമ്മച്ചി, പ്രേതം പെണ്ണുമാണോ? പെണ്ണാടാ. അനീഷ് നമ്മൾ പോണോ? പോവാണ്ട് പിന്നെ എനിക്ക് എൻ്റെ മോളെ കല്യാണം ഉള്ളതാ. അതിന് കല്യാണം കഴിഞ്ഞിട്ട് മോനെ ചോര അങ്ങ് കുടിച്ചുവിട്ടെ. നിങ്ങൾ എത്ര കൊല്ലായിരുന്നു സർവീസിൽ? ഇല്ല, നമുക്ക് വഴി അറിയണമല്ലോ. ആ, ഒരാൾ വരുന്നുണ്ട്. ചേട്ടാ, ഈ കുറ്റിയമ്മല്ലേ വസന്താൻ്റെ വീട് എവിടെയാണോ? നേരെ പോയി പ്രാന്തനാ? ഇതെന്താ കാട്ടില ഇവരെ പോരാ? അനീഷ എനക്കുണ്ടേ പേടിയാണ്. നിങ്ങൾ വാന്ന്. ഇവരല്ലേ ആടെ കണ്ടേ? അങ്ങോട്ട് പോയി. അങ്ങനെ കണ്ട ഇവരല്ല ഞാൻ. ആ വാ. എന്താടാ? പോടാ. അനീഷ നമ്മൾ പോവാ. ഇത് സലാത്തിര പന്തിയല്ല കേട്ടാ. നീ കാണില്ലേ കണ്ടു പോലെ തന്നെ പിന്നെയും കാണുന്ന അതിന് ആളെ മുഖത്തെ ചൈതന്യം കണ്ടിരിക്കുന്നു. ഓൻ പോയി. പോയി കാണുന്നില്ലല്ലോ. നിങ്ങൾ വാ, മരം പോയി. ഇവിടെ കണ്ടിട്ടൊരു പ്രേതാലയം പോലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ മനസ്സിലായി. കണ്ടറിഞ്ഞൂടെ? ചേച്ചി ഇവിടെ ആരുമില്ലേ? ഒന്ന് വിളിച്ചാൽ. ഹലോ, ഇവിടെ ആരും ഉള്ളതായിട്ട് തോന്നില്ലല്ലോ. വാതിൽ തുറന്നിട്ടാണെന്നില്ലേ? ചേച്ചി ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാവും. നിങ്ങളെവിടെയാ പ്രേതത്തെ കണ്ടേ? ഞാൻ ഈ വീട്ടിൽ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ആ പെണ്ണെങ്ങനെ? സുന്ദരിയാ? എനക്കറിഞ്ഞൂടെ മോനെ. നിങ്ങളല്ലേ കണ്ടെന്ന് പറഞ്ഞേ? അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് തിരിയും. ആ, നേരിട്ട് കാണാനല്ലേ നമ്മൾ വന്നേ. ഒരു കട്ടൻ ചായ കിട്ടുമോ? ആയിക്കോട്ടെ സാർ. രാജേട്ടാ, ആ പ്രേത സുന്ദരിയാണെങ്കിൽ നിങ്ങൾ ഞാൻ കുറച്ച് പ്രൈവസി ചെയ്യേണ്ടി വരും കേട്ടാ. അനീഷേ, ഇങ്ങനത്തെ കേസുകളിലും ഞാൻ കുറേ കണ്ടതാണ്. ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അല്ലേ? എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. മോളുറങ്ങിയാ? ഭക്ഷണം എല്ലാം കഴിച്ചതാ? ആ. കണ്ണൂരിൽ വരുന്ന ആംബുലൻസ് 10 മിനിറ്റത്തിൽ തൊണ്ടയുടെ ബൈപ്പാസ് കണ്ടു പോകും. ഹലോ, ഇവിടെ സിഗരറ്റ് വലിയൊന്നും പാടില്ല. എന്തായാലും കത്തിച്ചില്ലേ, ഇതങ്ങ് തീർന്നോട്ടെ. ഇയാള് കല്യാണം കഴിച്ചാണോ? അല്ലെങ്കിൽ അല്ല, നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭരിച്ചു ഊതൂലായിരുന്നു. അതിന്റെ കേട് കാണാനും ഉണ്ട്. ശരി. അല്ല, ഈ വീട്ടിലെ പ്രേതത്തെ ഇയാൾ കണ്ടിക്കാ? ഞാൻ
ഞാൻ കണ്ടിക്കൊന്നുമില്ല. അമ്മ പറയുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് കാണാൻ പറ്റുമെന്ന്. ഇയാളുടെ ആശുപത്രി ഏതാ? എന്തിനാ? കല്യാണം ആലോചിക്കാനാണോ? ആണെങ്കിൽ എനിക്ക് പോലീസുകാരെ തീരെ ഇഷ്ടമല്ല. അങ്ങനെ പറയുന്നേ? ആ സാർ, ഇല്ല സാർ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ സാർ. പോയാ? മഴ വരുന്നുണ്ടല്ലോ പടച്ചോനെ. കേട്ടാ, ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിട്ട് വരുന്നു. വേം പറഞ്ഞേ, മഴ വരുന്നുണ്ട്, ഒരു കൊടിയെടുത്തിട്ട് പോട് കേട്ടാ. ആ നല്ല മഴയാ അല്ലേ? എന്റെ രാജേട്ടാ, ഇതെന്ത് പട്ടിക്കാടാ? എത്ര ദൂരാ പോയെന്നറിയാ? അല്ല, ഇതെന്താ പരിപാടി? നിങ്ങൾ ഡ്യൂട്ടിയിലല്ലേ? അനി ഞാൻ യൂണിഫോമിലൊന്നും അല്ലല്ലോ. യൂണിഫോം അയച്ചു വെച്ചിട്ട് രണ്ടെണ്ണം വന്നു. നല്ല മഴയുണ്ട്, കിടന്നുറങ്ങാണ്ട് നമുക്ക്. പിന്നെ ഉറങ്ങാണ്ട് ഇനി ഇവിടെ കാവൽ നിൽക്കുന്ന പ്രേതം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും മുന്നിലൊന്നും വരുന്നില്ല. ചില നക്ഷത്രക്കാർക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്റെ നക്ഷത്രം മൂല കാണോ. ചേച്ചിയുടെ നക്ഷത്രം ഏതാ? തിരുവാതിര നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തെല്ലാം കാണും. തിരുവാതിര ഞാൻ കണ്ടിട്ടില്ലെങ്കോ ഇനി എന്തായാലും കാണും. കാണും തന്നെയല്ലേ വന്നേ? അനീഷ, ഞാൻ ഇപ്പം കിടന്നു. പ്രേതത്തിനെ കണ്ടാൽ നീ എന്നെ വിളിക്കുന്നു. ഞാൻ ഇപ്പം കിടന്നു. ഓർ നിൽക്കുന്നല്ലേ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് കള്ള് കുടിക്കാം, എനിക്ക് സിഗരറ്റ് കളിച്ചൂടല്ലേ? പേടിച്ചു പോയല്ലോ. ഇയാൾക്കല്ലേ പേടിയില്ലെന്ന് പറഞ്ഞ? അത്രക്ക് പേടിച്ചിട്ടൊന്നുമില്ല. ആ, അത് മനസ്സിലായിക്ക്. പിന്നെ ഇയാൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് അകത്തോട്ട് വരട്ടെ. ഓ, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഇയാള് പോയി അത് പ്രേതത്തിന് പിടിക്കാൻ നോക്ക്. ഹലോ, ഫുൾ ടൈം പോയിക്കൽ തന്നെയാണോ പരിപാടി? അല്ല, ഉറങ്ങുന്നൊന്നുമില്ലേ? സമയത്തിലേ നല്ല നിലാവല്ലേ? ഈ നിലാവുള്ള സമയത്ത് എനിക്ക് ഉറക്കം വരാറില്ല. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഈ പ്രേതത്തിനൊന്നും പേടിയില്ല? എനിക്ക് ഈ ലോകത്ത് മനുഷ്യരെ മാത്രമേ പേടിയുള്ളൂ. എന്താ പോലീസ് അറസ്റ്റ് അല്ലാത്ത? അങ്ങനെ ആര് പറഞ്ഞു? നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞോ? ചിലപ്പോൾ തോന്നിയതായിരിക്കും. ആയിക്കോട്ടെ, ഈ വീട്ടിൽ വേറെ ആരുമില്ല? ഇനി അമ്മ മാത്രമേ ഉള്ളൂ? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചിട്ട് 5 കൊല്ലമായി. അച്ഛൻ അമ്പലത്തിലെ പൂജാരിയായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഈ സിഗരറ്റ് വലിയ. ഇന്ന് നല്ല നിലാവുണ്ട് അല്ലേ? നമുക്കൊന്ന് നടക്കാൻ പോയാലോ? നടക്ക്. ഞാൻ ഒരുപാട് കേസ് അന്വേഷിക്കാൻ പോയി, പക്ഷെ ആദ്യമായിട്ട് ഒരു പ്രേതത്തിന്റെ കേസ് അന്വേഷിക്കാൻ പോകുന്നു. ഇയാൾക്ക് പ്രേതത്തിനൊന്നും പേടിയില്ല? ഇതേപോലെ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പേടിക്കണ്ടല്ലോ. വാ, കുറച്ചുകൂടി മുന്നോട്ട് പോയാലോ?
ഹലോ ഗൈസ്, ഞാനിവിടെ മരിച്ച വീട്ടിലാണുള്ളത്. ഇവിടെ ഒരു പോലീസുകാരനാണ് കൊല്ലപ്പെട്ടത്. പ്രേതബാധ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം. എന്നാലോ പോലീസുകാരൻ എന്തിനാ ഇവിടെ വന്ന് തൂങ്ങിയേ? വസന്തേച്ചി എന്തോ കംപ്ലൈന്റ് കൊടുത്തിട്ട് നോക്കാൻ വന്നേ. അതിന് ഇവിടെ വന്നിട്ട് തൂങ്ങണ. സാറേ, ഞാൻ ഒച്ച കെട്ട് വായിലിറന്ന് നോക്കുമ്പോൾ കാണുന്നത് അയാൾ തൂങ്ങിക്കിടക്കുന്നത്. മേഡം, ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല. ആ സമയത്ത് മറ്റേ പോലീസുകാരൻ എവിടെയായിരുന്നു? അയാൾ എൻ്റെ നിലവിളി കേട്ട് വന്നത്. അപ്പോൾ സമയം എത്രയായിട്ടുണ്ടാവും? ഒരു 2 മണി. അപ്പോൾ നിങ്ങൾ സമയം നോക്കിനോ? ഞാൻ ഉറക്കത്ത് ഒച്ചപ്പാട് കേട്ടപ്പോൾ എണീറ്റതാ. അന്നേരം ഞാൻ സമയം നോക്കിയതാ. സജീഷ്, കോൺസ്റ്റബിൾ രാജന് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടായിരുന്നു? 2 മാസം കഴിഞ്ഞിട്ട് മോളെ കല്യാണം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ടെൻഷൻ ഉണ്ടോയെന്ന് അറിയില്ല സാറേ. അനീഷ് എവിടെ? ഞാൻ ഇപ്പം വിളിക്കാം. അനീഷ, നിന്നെ ACP മാഡം വിളിക്കുന്നുണ്ട്. വിശദീകരണം കൊടുക്കേണ്ടി വരും. പറയേണ്ടി കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡർ എടുത്ത് കൈ തരും. സംഭവം നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു അനീഷേ? മാഡം, ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാ. നീ മൂത്രമൊഴിക്കാൻ പോയ സമയം കൊണ്ട് കോൺസ്റ്റബിൾ രാജൻ ഇവിടെ കെട്ടിത്തൂങ്ങി. ഞങ്ങളത് വിശ്വസിക്കണം? ഇങ്ങോട്ട് ഉള്ള പോലെ പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാർ, ഞാനിവിടുത്തെ പെൺകുട്ടിയായിട്ട് അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിക്കോ? ഏത് പെൺകുട്ടി? ഈ വീട്ടിലെ കുട്ടിയാണ് മേഡം. ഈ വീട്ടിലെ അമ്മ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നീ ഏത് കുട്ടിയെ കുറിച്ചാണ് പറയുന്നേ? മാഡം, ഇവർ മാത്രമല്ല, ഇവിടെ വരെ മോളും കൂടിയുണ്ട്. സാറേ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലേ നിങ്ങളെ മോളും കൂടിയില്ല ഇവിടെ? ഞാൻ അനീഷ പിച്ചുമ്പയും പറയുന്നേ. സാറേ, അന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറയാൻ വന്നില്ല ഇവരെ മോളെ കൂട്ടിയിട്ട്. ആ കുട്ടിയെ കുറിച്ച് ഞാൻ പറയുന്നേ. ഏത് കുട്ടി? ഇനി വേണം കണ്ടില്ല, അന്ന് ബാത്റൂമിന്റെ പുറകിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഏത് പെൺകുട്ടി? അനീഷ് അവിടെ ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നേ? സജീഷേ, ഇവിടെ ഒരു മദ്യക്കുപ്പി കാണുന്നുണ്ടല്ലോ, അതാരാണ് കഴിച്ചത്? സാറേ, അത് ഇവർ കഴിച്ചതാ. ഡ്യൂട്ടി സമയത്ത് മദ്യപാനം അല്ലേ? സജീഷേ, ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. ഇയാളുടെ യൂണിഫോമിലുള്ള നെയിം പ്ലേറ്റ് എവിടെ? യാതൊരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. സജീഷ്, വൈകുന്നേരം എൻ്റെ ഓഫീസിലേക്ക് വരണം. ചേട്ടാ, നിങ്ങൾക്ക് എന്തായാലും 1 മാസം സസ്പെൻഷൻ കിട്ടി. ലീവ് ചോദിച്ചാൽ ഒരിക്കലും ഇത് കിട്ടേയില്ല. ഞാൻ ഇത്രയും ഒരു ടൂറിന് എന്ന് പറയുന്നത് കൂട്ടി കിട്ടാലാ? സൗമ്യ, എൻ്റെ അച്ഛനെ പോലുള്ള ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അയാൾ സൂയിസൈഡ് ചെയ്താണോ അല്ലെങ്കിൽ ആരും കൊന്നതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയം. അന്നേരം ഒരു കുട്ടി രാജേട്ട സൂയിസൈഡ് ചെയ്തല്ലേ? ഒരിക്കലും രാജാട്ടൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, മോളെ കല്യാണത്തിന്റെ ടെൻഷൻ ആണല്ലോ മരണമായിട്ട് എല്ലാവരും പറഞ്ഞേ. എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവസാനം രാജാട്ടൻ എന്നോട് പറഞ്ഞത് മോളെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ലെന്ന്. പക്ഷെ എത്ര ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കണ്ട പെൺകുട്ടിയെന്നാണ്. ശരിക്കും കണ്ടിരുന്നു. ഞാൻ ഇവിടെ സംസാരിച്ചതല്ലേ. സത്യം പറയാൻ ചേട്ടാ, ഞാൻ അന്ന് കുടിച്ചിട്ടില്ല. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കുന്നു. പിന്നെ SI സാർ പറഞ്ഞ് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. സൗമ്യ, ആ വീട്ടിൽ എന്തെല്ലാം നിഗൂഢതകളുണ്ട്. എനിക്ക് ഉറപ്പാ രാജാട്ടിനെ കൊന്നതാണ്. നിങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് എന്തെല്ലോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നമുക്കൊരു യാത്ര പോവാം. എന്നാ പിന്നെ നിങ്ങളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യൂ. എനിക്കിപ്പോ രാജാട്ടിന്റെ വീട്ടിലൊന്നും പോവാം. രാജാട്ടിനെ വീട്ടാണേ രാജാട്ടിനെ വീട്. രാജാട്ടൻ സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അനീഷ്, രാജേട്ടന് സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേച്ചി. അച്ഛൻ നിങ്ങളോടൊന്നും പറഞ്ഞു കനീഷേട്ടാ? ഇല്ല മോളെ. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എനിക്ക് മനസ്സിലാവണില്ല. ആ വീട്ടിൽ ഞങ്ങൾ പണ്ട് പോയതാ. പക്ഷെ ആ വീട്ടിൽ തന്നെ അവരിങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചിട്ട്. നിങ്ങളെന്തിനാ അവിടെ പോയേ? ഇവിടെ ഫ്രണ്ട് അനുപമ സൂയിസൈഡ് ചെയ്തപ്പോ അവിടെ പോയതാ. സൂയിസൈഡാ? അതെ, 5 വർഷം മുമ്പ്. രാജാട്ടൻ വന്നിരുന്ന അവിടെ? ഏട്ടൻ അന്നേരം ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് മീറ്റിംഗിന് പോയതാ.
സാരല്ലേ ചേച്ചി, നമ്മൾ എന്ത് ചെയ്യാനാ, വിധിയല്ലേ. അമ്മച്ചി, പ്രേതം പെണ്ണുമാണോ? ഞാൻ ഈ വീട്ടിലെല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. സാറേ, അത് ഇവർ കഴിച്ചതാ. ഇവിടെ വന്നിട്ട് ഇതന്നെ പരിപാടി. എല്ലാന്ന് നിങ്ങൾക്ക് ഇത് വലിക്കാണ്ട് ജീവിക്കാൻ പറ്റൂല. നീ അമ്മൂനൊന്ന് വിളിച്ചാനെ. അതിനാ പോയിട്ട് വിളിക്കടി. അമ്മു, നിനക്കങ്ങനെ അവളെ പരിചയം? അവളെന്തിനാ സൂയിസൈഡ് ചെയ്തേ? അതറിയില്ല. പിന്നെ ഓളിടക്കൽ ഇവിടെ നിൽക്കലുണ്ട്. ഇവിടെയാ? ഓളെ ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഉണ്ട്, ഞാൻ മൊബൈൽ എടുത്തു തരാം. കുറച്ച് വെള്ളം തരുമോ? എടി, ഇവളോടാ ഞാൻ കണ്ടോ സംസാരിച്ചതൊക്കെ. നോക്ക്. എന്തല്ല ചേച്ചി, നിങ്ങൾ കുറച്ച് വെള്ളം എടുത്താനേ. ശേഷം മിച്ചറിങ് എടുത്തുണ്ടെങ്കിൽ അന്ന് തന്നെ രാജാട്ടൻ ഒരുപാട് നിർബന്ധിച്ചതാ ഓരോട് രണ്ടെണ്ണം അടുക്കി. ഞാൻ കേട്ടില്ല. അന്ന് ഞാൻ അവരോട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കെട്ടിത്തൂങ്ങാനുള്ള ബുദ്ധി തോന്നൂലായിരുന്നു. എന്താ ചേച്ചി? സാറേ, ഞാനിവിടെ ഒറ്റക്കാള. ദയവേ നിങ്ങൾ ഇവിടുന്ന് പോകണം. ഒറ്റക്കാ? അപ്പോൾ ഇവിടെയുള്ള പ്രേതങ്ങളെല്ലാം പോയി? പിന്നെ ഇവിടെയുള്ള പ്രേതം നല്ല സുന്ദരി കുട്ടിയാട്ടാ ചേച്ചി. എനിക്ക് കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ച്. പെണ്ണിൻ്റെ പേരെന്നറിയാ? അനുപമ. ഞാൻ അനുപമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാജാട്ടൻ തോന്നിയത്. ഞാളെ നല്ലൊരു നൈറ്റ് മിസ്സായി. അനുപമയും തൂങ്ങിയാ മരിച്ചേ 5 കൊല്ലം മുമ്പ്. ചേച്ചിക്കറിയാവോ അനുപമേന? ചേച്ചിയുടെ മോള് 5 കൊല്ലം മുമ്പല്ലേ എന്നെ തൂങ്ങി മരിച്ചേ? മോളെ പേരെന്നാ? ചേച്ചി പേര് പറയൂലല്ലേ? അല്ലടോ, ഇതെന്താ പരിപാടി? വേറെ ചേച്ചി, നിങ്ങൾ പോലീസുകാർക്ക് വെള്ളം അടിക്കാനും തൂങ്ങിച്ചാനുള്ള സ്ഥലം ഇത്? ഇതുവരെ നിങ്ങളാരാ? ഞാൻ ഇവരെ ബന്ധുവാ. ബന്ധുവാ? അതിന് ഇവർക്ക് ബന്ധങ്ങളൊന്നും ഇല്ലാലും പറ. ഇവിടെ ഇരുന്ന് കൂടുതൽ ഷോ കാണിച്ചാലേ ഞാൻ നാട്ടിലെ വിളിച്ചു. ഞാൻ ഇവിടെ ഷോ കാണിക്കാൻ വന്നൊന്നല്ല. ഇവിടുത്തെ അമ്മച്ചി ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തേ.
ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടെന്ന്. അതിന് സസ്പെൻഷൻ അല്ലേ? അപ്പം എല്ലാം അറിഞ്ഞോണ്ടുള്ള കളിയാ അല്ലേ? ഇങ്ങോട്ടാ മര്യാദ പോകാൻ പറഞ്ഞു. പോകണോ വേണ്ടി എന്നുള്ള ഞാൻ തീരുമാനിക്കും. എൻ്റെ കൂടെയുള്ള പോലീസുകാരനെ കൊന്നു കേട്ട് നോക്കിയാൽ നിനക്കറിയണം. നീ നാട്ടുകാരെ വിളിച്ചു വിട്ടറാ, ഞാൻ പോലീസുകാരെ വിളിക്കാം. ഞാൻ വെച്ചേ രാജേട്ടൻ്റെ മകളും ഇവിടുത്തെ അനുഭവം ഒരുമിച്ചാണ് പഠിച്ചതെന്ന് എനിക്കറിയാം. ഈ ഫാമിലി ആയിട്ടുള്ള ബന്ധം എനിക്കറിയാം. പറ, ഇന്നെങ്ങനെയാ നിങ്ങൾ രാജേട്ടനെ കൊന്നത്? എങ്ങനെയാ കൊന്നെന്നറിഞ്ഞ മയ്യ സാറേ? എന്തിനാ കൊന്നെന്നറിയണ്ടേ? അമ്മേ, അമ്മ വിളിച്ചിനു 2 ദിവസം ഓളെ വീട്ടിൽ പോയി നിൽക്കുമെന്ന്. ഓളമ്മ തിരുവനന്തപുരം ട്രെയിനിങ്ങിന് പോന്ന. അതെന്തോക്ക് കുടുംബങ്ങളൊന്നുമില്ല? നീ മിണ്ടാടെ കുത്തന്നെ. എന്തിനമ്മ, ഞാൻ പൊക്കോട്ടെ. പെൺകുട്ടിയാ നീ, അങ്ങനെ വേറൊരാളെ വീട്ടിൽ നിന്നും പോയി പാർക്കറ്. നീ പോയാനെ. എന്തൊരു കഷ്ടാ, ഇതൊക്കെ ഇത്തിരി ഒച്ച വെച്ചൂടെ? പഠിക്കാൻ സമ്മതിക്കില്ല. ഹലോ എടി നീ വീട്ടിൽ ചോദിച്ചിനാ? എടി ഞാൻ ചോദിച്ചു, അമ്മ സമ്മതിക്കുന്നില്ല. എടി ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, അച്ഛനാണ് ഡ്യൂട്ടിക്ക് പോയ, രാത്രി ആവാൻ വരെ. 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. എടി നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മേൻ്റെയോട് എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കാൻ പറ. ആടി, എന്നാ ഞാൻ അമ്മേനോട് പറയട്ടെ. എന്തിനാ അച്ഛാ, ഞാൻ പൊക്കോട്ടെ. എന്താ, കഴിഞ്ഞ വിഷു ഞാൻ അവിടെ പോയതല്ലേ? മതി അമ്മ, ഒന്ന് പറ. അമ്മൂൻ്റെ അമ്മ വിളിച്ചിരിക്കുന്നേ. ഓളെ അമ്മ 2 ദിവസം തിരുവനന്തപുരം ട്രെയിനിങ്ങിന് പോകുന്നവല്ലോ. ഇവിടെ ഒന്ന് അയക്കുവാന്ന് ചോദിച്ചിന്. അച്ഛാ, ഓളച്ഛൻ പോലീസാ, പിന്നെ എന്ത് പേടിക്കാനാ? ഓളച്ഛനെ നൈറ്റ് കിട്ടിയ, അതുകൊണ്ടാണ് ഓളെ അയക്കുവാന്ന് ചോദിച്ചേ. മതി അച്ഛാ, പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. അത് നമുക്ക് ആലോചിക്കാം. അച്ഛാ, ഒരു വന്ന്. വാ, കയറി വാ. ഇല്ല, സമയമില്ല. എനിക്ക് അമ്പലത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടതുണ്ട്. നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ നെല്ലിക്കുന്ന് സ്റ്റേഷനില്ല. ഓ, സാറിനെ എനിക്കറിയാം. ഞാൻ മുമ്പ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതമ്പലത്തിലേനു? ഞാൻ നെല്ലിക്കളം വിഷ്ണു ക്ഷേത്രത്തിൽ. എന്നാ ഞാൻ വരുന്നു സാറേ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്നാലും ഓക്കെ, എനക്കും ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. മോളെ, അച്ഛൻ പോട്ടെ. ശരി അച്ഛാ. ഉച്ചക്കത്തെ ചോറ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാ. അച്ഛൻ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞിക്ക്. അച്ഛാ വാ പോവാ. അല്ല ചിതം നിന്നാ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നതല്ലേ മോളെ. ഇന്നലെ ഒരു പോളെ കണ്ണാക്കില്ല. രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിന്. പോലീസുകാരുടെ ഡ്യൂട്ടി പ്രശ്നത്തെ പറ്റി എനിക്കെന്തറിയാ? പിന്നെ ഞാൻ യോഗ ക്ലാസ്സിന് പോന്നാ. അനു എണീച്ചിക്കില്ലേ? ഓൾ എണീച്ച് നിങ്ങൾ രണ്ടാളും കൂടെ ചായ കുടിക്കണേ. ആടി എന്തിനാ മോളെ? തവള പാറ്റ. നീങ്ങ പുറത്തിറങ്ങിക്കോ, ഞാൻ നോക്കാം മോളെ. അതിനാ ബ്ലഷ് ചെയ്ത് തന്നെ. നീ പോയി കുളിച്ചോ. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? അതിനാണെങ്കിൽ ഫ്രഷ് ചെയ്തിട്ടില്ല. മോളെ ചായ കുടിക്കണ്ടേ? എനിക്ക് ചായ വേണ്ടെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിക്ക്. അമ്മ പോന്ന് ഉപ്മാവെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാരും ഇപ്പൊ കഴിക്കുക. എനിക്ക് വേണ്ടാത്തോണ്ടെങ്കില്.
എന്താ അങ്കിൾ? മിണ്ടാതിരിക്കടി ഒന്നുകളിഞ്ഞ. ഇവിടെ നടന്ന് നമ്മൾ രണ്ടാളും ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ അച്ഛനെ അമ്മേനെ എല്ലാത്തിനെയും തൂക്കിയെടുത്തിയ കള്ളക്കേസ് ഓക്കെ? എൻ്റെ മോള് ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയതാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. അവൾ 2 മാസം ഗർഭിണിയായിരുന്നു. ഓള് സൂയിസൈഡ് ചെയ്ത് എന്തിനാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. പോലീസുകാരൻ്റെ വീടല്ലച്ച സേഫാന്ന് എൻ്റെ മോള് പോയെ. പക്ഷെ എൻ്റെ മോള് ഓളെ ജീവിതം നശിപ്പിച്ചുള്ള പേര് ഡയറിയിൽ എഴുതി വെച്ചിന് സാറേ. സാറേ ഇനി എങ്ങനെ അവനെ കൊന്നറിയണ്ടേ? അനീഷ രണ്ടെണ്ണാറ്റി സാറേ എനിക്കൊരപേക്ഷയുള്ളൂ, കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഓനെ വെറുതെ വിട്ട്. ആടി ഞങ്ങൾ ഊട്ടിക്ക് പോന്നാ. ഏട്ടന് 1 മാസം സസ്പെൻഷൻ അല്ലേ, അത് ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ചു. അനീഷ, നിന്റെ മെഡിക്കൽ റിപ്പോർട്ടല്ലോ നെഗറ്റീവ് ആയതുകൊണ്ട് SP 1 അയഞ്ഞിട്ടുണ്ട്. താങ്ക് യു സാർ. നിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ SP മെയിൽ അയച്ചിട്ടുണ്ട്. ഇനി അന്ന് കണ്ടു എന്ന് പറഞ്ഞ പെൺകുട്ടിനെ പറ്റി പിന്നെ അന്വേഷിച്ചാ? ഇല്ല സാർ. നമ്മളെ കോൺസ്റ്റബിൾ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ടെന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തോന്നുന്ന കാരണം എന്താ? അല്ല സാർ, അന്നത്തെ സാഹചര്യത്തിൽ എനിക്കങ്ങനെ തോന്നിയതാ. രാജേട്ടൻ്റെ ഒരു സൂയിസൈഡ് എന്ന് തന്നെ ഞാനിപ്പം വിശ്വസിക്കുന്നു. അതുപോലെ രാജേട്ടന് നമ്മളൊരാത്ത ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അത് തന്നെയാണ് ഞാൻ അന്വേഷിച്ചോ മനസ്സിലായേ. എന്നാ ശരി എന്നാലേ. നിങ്ങളല്ലേ പറഞ്ഞ രാജേട്ടൻ്റെ ഒരു കൊലപാതകാണ്? അതെനിക്ക് തോന്നിയതാ സൗമ്യ. അപ്പൊ ആ പെണ്ണിനെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞേ? സാറേ എനിക്കൊരപേക്ഷയുള്ളൂ, കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഓനെ വെറുതെ വിട്ട്. ഊട്ടിക്ക് പോകുന്ന എത്ര കിലോമീറ്റർ ഉണ്ട്? 200. കോൺസ്റ്റബിൾ രാജൻ്റെ മരണം ഒരു കൊലപാതകമാണ്. പക്ഷേ ഇവിടെ അനീഷിൻ്റെ ശരിയാണ് യഥാർത്ഥ നീതി.